ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ പവിത്രം സീസൺ 2 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ എപ്പിസോഡ് തന്നെയാണ് പറയണത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വിക്രം വേദയുടെ സീസൺ 1 അവസാന ഭാഗമാണ്. അതായത് വേദ ഒരു ഓട്ടോറിക്ഷയിൽ കയറി സിഗ്നലിന്റെ ലെഫ്റ്റ് സൈഡും വിക്രം പോലീസ് ജീപ്പിൽ റൈറ്റ് സൈഡും പോകുന്ന ഭാഗത്തോടെയാണ് സീസൺ 1 കഴിഞ്ഞത്. അപ്പൊ അതോടുകൂടി തന്നെയാണ് ഈ സീസൺ 2 തുടങ്ങുന്നത്. അങ്ങനെ വേദയും വിക്രവും കൂടി രണ്ടും രണ്ട് വഴിക്ക് മാറി മാറി പോകുവാട്ടോ. അതിനുശേഷം വേദയാണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് തന്റെ കൂട്ടുകാരി, അതായത് ആദ്യം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ഏത് ട്രെയിൻ കയറണമെന്ന് വേദക്കറിയില്ല. വേദ ഏത് ട്രെയിൻ കയറും, എവിടെ പോകുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഡൽഹിയിലേക്കുള്ള ട്രെയിനാണ് ആദ്യം വരുന്നത്. ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ തന്റെ കൂടെ പഠിച്ച കൂട്ടുകാരി ശ്രേയനെയാണ് നമ്മുടെ വേദക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ശ്രേയനെ എടുത്ത് പോകാൻ വേണ്ടി തന്നെ വേദ തീരുമാനിച്ച് നേരെ ഡൽഹിയിലേക്ക് പോവാണ്. ശ്രേയനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ശ്രേയക്ക് വേദനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവാട്ടോ. വേദനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശേഷം അവരുടെ റൂമിലേക്ക് പോകുകയാണ്. നിന്നെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല എന്ന് പറയാണ്. അങ്ങനെ മുകളിലേക്ക് പോയിട്ട് വേദക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടായി കൊടുക്കുന്നുണ്ട്. വേദ തന്റെ സംഭവങ്ങളൊക്കെ തുറന്ന് പറയണം. വേദ പറയുന്നുണ്ട്, നാട്ടിലിരുന്ന ശരിയാവില്ല, എനിക്ക് എന്റെ കുഞ്ഞിനും സേഫ് ആയിട്ടിരിക്കണം. വിക്രം തിരിച്ചു വരുമ്പോ വിക്രത്തിന്റെ കൂടെ എന്റെ കുഞ്ഞും വിക്രത്തിന്റെ കൂടെ തന്നെ വേണം. ഞങ്ങൾ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണം. അതിനെ വേണ്ട ഞാൻ ഇവിടേക്ക് വന്നത്. എന്നാലും വേദ, നിന്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെ. നിന്റെ അച്ഛൻ ഒരു ജഡ്ജി ആയിട്ട് പോലും നിന്നെ സംരക്ഷിക്കാൻ പറ്റാതെ ആയല്ലോ. അതിനെ സ്വന്തം ചേട്ടൻ തന്നെ കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വേദ. അതിനുശേഷം കൂട്ടുകാരി പറയുന്നുണ്ട്, കൂട്ടത്തിൽ ചോദിക്കണം, എനിക്ക് എന്തെങ്കിലും ജോലി ഒന്ന് ഓക്കെ ആവുകയാണെങ്കിൽ നല്ലതായിരുന്നു പറയുമ്പോൾ നമുക്ക് ശ്രമിക്കാം എന്ന് പറയാണ്. അങ്ങനെ വേദനയും കൂട്ടിക്കൊണ്ട് 2-3 കമ്പനിയിലെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരി പറഞ്ഞു, ഇവിടെ ജോലി കിട്ടാൻ കുറച്ച് പാടാണ്, തൽക്കാലം നീ ഏതെങ്കിലും കോൾ സെന്ററിൽ കയറ്, അതിനുശേഷം നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ ജോലിക്ക് ശ്രമിക്കാം, അത് മതി എന്ന് വേദയും പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു കോൾ സെന്ററിൽ വേദേനെ പുതിയതായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ. പിന്നീട് അവിടെ വേദയ്ക്ക് വേണ്ട സാധനങ്ങൾ, സിനിമ കാണാൻ പോകുക, അങ്ങനെ ഡൽഹി ചുറ്റി നടന്ന് കാണുന്നുണ്ട് വേദയും ശ്രേയയും കൂടി ചേർന്ന്. അതേസമയം ഡൽഹിയിൽ വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു SP ഉണ്ട്. അയാളുടെ പേര് തരുൺ എന്നാണ്. അയാളുടെ ഭാര്യയുടെ പേര് രാധിക എന്നാണ്. രാധികയും ഗർഭിണിയാണ്. വേദയുടെ അത്രയും മാസം തന്നെ രാധിക ആയിട്ടുള്ളൂ. അവർ രണ്ടുപേരും കൂടി ഒരു ഷോപ്പിങ്ങിന് പോകണം. അപ്പൊ ഇയാളൊരു SP ആയതുകൊണ്ട് തന്നെ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരൊരു ഷോപ്പിംഗ് മാളിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും രാധിക തരുണിനോട് പറയുന്നുണ്ട്, തരുണേട്ടാ ഇതെന്തൊരു കഷ്ടമാണ്, എവിടെ പോയാലും ഈ പോലീസുകാർ നമ്മുടെ പുറകിലുണ്ടാവോ? തരുൺ പറയുന്നുണ്ട്, അത് രാധികെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി. എന്ത് പ്രൊട്ടക്ഷൻ? ഒന്ന് സൗകര്യമായിട്ട് പുറത്തു പോവാനോ ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ശരി ശരി, നിന്റെ ആഗ്രഹമല്ലേ, ഇവരെ പറഞ്ഞയക്കാം എന്ന് പറയണം. എന്നിട്ട് പോലീസുകാർക്ക് തരുൺ പറയണ്ട, അതെ നിങ്ങൾ പോയിക്കോ. അയ്യോ സർ, അത് ശരിയാവില്ല, സാറിനും ഭാര്യയ്ക്കും ജീവന ആപത്താണ്. അപ്പൊ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഷോപ്പിംഗ് മോളല്ലേ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ പോലീസുകാരെ പ്രൊട്ടക്ഷൻ വന്ന പോലീസുകാരെ പറഞ്ഞയക്കാണ് തരുൺ കേട്ടോ. എന്നിട്ട് രാധികനെയും കൂട്ടിക്കൊണ്ട് നേരെ ഷോപ്പിംഗ് മോളിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. രാധിക കുറെ കുഞ്ഞുടുപ്പുകൾ എടുക്കാണ്. അത് കാണുമ്പോൾ തരുൺ പറയുന്നുണ്ട്, എന്റെ രാധികെ നീ എപ്പോഴും കുഞ്ഞു ഡ്രസ്സ് ഒരുപാട് എടുക്കുന്നുണ്ടല്ലോ, ഇത് ഒരുപാടായല്ലോ. അത് ആവശ്യമുണ്ട്. ഇത് കണ്ടില്ലേ, കുഞ്ഞു 1 മാസം ഉള്ളപ്പോ, ഇത് 2 മാസം ഉള്ളപ്പോ, ഇത് 3 മാസം ഉള്ളപ്പോ, ഇത് 8 മാസം ഉള്ളപ്പോ കുഞ്ഞിനെ കാണിക്കാലോ, നിനക്ക് 8 മാസം ഉള്ളപ്പോ വാങ്ങിച്ചാണെന്നൊക്കെ പറഞ്ഞു. കൊള്ളാം, നിന്റെ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഓർമ്മയത് ഊർവശിനെയാണ്. ഒരു സിനിമയിൽ ഊർവശി അതുപോലെ കാണിക്കുന്നില്ലേ, ഇത് ഞാൻ ആദ്യമായിട്ട് തേച്ച ബ്രഷ്, ഇത് ആദ്യമായിട്ട് മാങ്ങക്കറിന്റെ കല്ല് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നില്ലേ, അതുപോലെ തന്നെയാ നീ. എന്റെ തരുണേട്ടാ, എനിക്ക് വട്ടൊന്നുമില്ല. അയ്യോ വട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തരുൺ അപ്പുറത്തേക്ക് പോയിട്ട് ഒരു കാർ എടുക്കാട്ടോ, ഒരു കളിപ്പാട്ടൻ ടോയ്. എന്നിട്ട് രാധികർ ചോദിക്കണ്ട, ഈ കാർ എങ്ങനെയുണ്ട്? കാറൊക്കെ കൊള്ളാം, പക്ഷെ തരുണേട്ടന് ഇഷ്ടം പെൺകുട്ടികളല്ലേ, ഒരു കൊച്ചുമിടുക്കിന്. അപ്പോ കൊച്ചുമിടുക്കിക്ക് കാറല്ലല്ലോ വേണ്ടത്, പെൺപിള്ളേരുടെ ടോയ്സ് അല്ലേ വേണ്ടത്. നമുക്ക് ഇന്നേ പെൺകുട്ടികളുടെ ടോയ്സും ഡ്രസ്സുകൾ എടുക്കാം, അടുത്ത ദിവസം ആൺകുട്ടികളുടെ എടുക്കാം. ശരി എന്ന് പറയാണ്. തരുണേട്ടന്റെ ഇഷ്ടം പെൺകുട്ടിയാണെന്ന് എനിക്ക് അറിയാലോ, വാ നമുക്ക് പെൺകുട്ടികളുടെ ടോയ്സ് എടുക്കാൻ. എന്നിട്ട് അവർ അപ്പുറത്ത് പോയി ടോയ്സിന്റെ ഷോപ്പിൽ കയറാണ്. ടോയ്സ് എടുക്കുന്ന സമയത്ത് ഇവരെ നോക്കിക്കൊണ്ട് ഒരു ഗുണ്ട അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. തരുണിന്റെ കൊല്ലാനായിട്ട് ഒരു ഗുണ്ട അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ തരുൺ ഇത് കാണുന്നുണ്ട്. വേഗം തന്നെ കടയില് ഷട്ടർ ഇടാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കടയിലെ റിസപ്ഷനിലെ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, എന്റെ ഭാര്യയാണിത്, ഇവൾ ഈ കടയിനുള്ളിൽ നിൽക്കും, ഞാൻ ഈ കട ഷട്ടർ ഇടാൻ പോകുന്നത്. ഷട്ടർ ഇട്ടിട്ട് ആ ഗുണ്ടനെ അടിച്ചോടിക്കുകയാണ് നമ്മുടെ തരുൺ കേട്ടോ. പുറത്ത് എന്ത് നടക്കുന്നത് രാധികക്ക് അറിയില്ല. രാധികക്ക് എന്തറിയണമെന്നൊരു ആഗ്രഹം. രാധിക ഷട്ടർ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തരുൺ ആ ഗുണ്ടനെ കൊല്ലുന്നതാണ്. അപ്പൊ ബ്ലഡ് ഒക്കെ പുറത്തേക്ക് ചാടുന്നുണ്ട്. അപ്പൊ രാധികക്ക് അത് കാണുമ്പോൾ ഷോക്ക് ആവാണ്. രാധിക തല കറങ്ങി അവിടേക്ക് വീഴാണ്. രാധികനെയും കൂട്ടിക്കൊണ്ട് തരുൺ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയും ഭാഗമാണ് തരുണിന്റെയും രാധികയുടെയും കാണിച്ചത്. പിന്നീട് കാണിച്ചത് നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രത്തിനെ കാണാൻ വേണ്ടി കമലയും മാഷും കൂടി വന്നിരിക്കുകയാണ്.
വിക്രം ചോദിക്കുന്നുണ്ട്, വേദനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാട്ടോ. അപ്പൊ മാഷും അതുപോലെ തന്നെ കമലയും പണ്ട് അവളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ല, നീ ടെൻഷനൊന്നും ആവണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തിനെ കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് വാർത്തയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തിന്റെ വിധി, അതായത് കേസിന്റെ വിധി വരുന്ന ദിവസമാവാണ്. വേദ ആകാംക്ഷയോട് കൂടി തന്നെ വിക്രം പുറത്തിറങ്ങുമെന്നൊരു വിചാരത്തില് വാർത്ത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത വേദക്ക് വരുന്നത്, വിക്രം സുധാകരന് ജീവപര്യന്തം എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വേദ പൊട്ടിക്കരയാണ് ചെയ്യണം കേട്ടോ. പിന്നീട് മാസങ്ങൾ അങ്ങനെ കടന്നു പോവാണ്. വേദക്ക് ഇപ്പൊ ഒരു 8 മാസമായി. വിക്രം ജയിലിൽ വേദനെ കുറിച്ചും തന്റെ വീട്ടുകാരെ കുറിച്ചും ആലോചിച്ച് ആകെ വിഷമം തന്നെയാണ്. കമലക്ക് രാത്രി ഒട്ടും സുഖമില്ല കേട്ടോ. അപ്പൊ മാഷി വരുന്നുണ്ട്, കമല ഈ മരുന്നൊക്കെ കഴിക്കേ. വേണ്ട മാഷേ, അതെ എനിക്ക് സുഖമില്ലാതാകുമ്പോ താൻ നന്നായിട്ട് നോക്കണ്ടല്ലോ, അപ്പൊ തനിക്ക് സുഖമില്ലാതാകുമ്പോ ഞാനും നോക്കണ്ടേ, നല്ല മഴയുണ്ടെന്ന്. ജനലൊന്ന് അടച്ചൂടെ, അല്ലെങ്കിൽ കാറ്റ് കയറുമ്പോ നിനക്ക് അസുഖം കൂടില്ലേ കമലെ? അതെ, ഈ ജനൽ തുറന്നിടുമ്പോഴേ എനിക്കൊരു വിചാരമാ, നമ്മുടെ മോനും മോളും കൂടി, വേദയും വിക്രവും കൂടി വരുമെന്ന്. അവര് വരുന്ന പോലെ ഞാനൊന്ന് കാണട്ടെ മാഷെ. ആ ഡോറ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ജനലൊന്നും അടയ്ക്കണ്ട. പിന്നെ മാഷെ, ഞാൻ മരിച്ചു കഴിഞ്ഞാലേ മാഷി ഇവിടെ ഒറ്റക്ക് നിൽക്കരുത് കേട്ടോ. മാഷ് നമ്മുടെ വിഷന്റെ കൂടെ പോയി നിൽക്കണം. ശ്രീജ നന്നായിട്ട് മാഷിനെ നോക്കും. നീ എന്തിനാ കമലെ ഇങ്ങനെയൊക്കെ പറഞ്ഞതേ? ഇങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. അല്ല മാഷെ, ഞാൻ പറഞ്ഞതാണ്. അല്ല, ഞാൻ മരിച്ചാലേ എന്റെ ചിതക്ക് തീ കൊളുത്താൻ വേണ്ടി വിക്രത്തിനെ കൊണ്ട് തന്നെ വരണം. വിക്രം ചിതക്ക് തീ കൊളുത്തിയാൽ മതി. പിന്നീട് ചിതാഭസ്മുണ്ടല്ലോ, എത്ര വർഷം കഴിഞ്ഞാലും സൂക്ഷിച്ചു വെക്കണം. വേദയും കൂടി വരട്ടെ, എന്നിട്ട് വിക്രവും വേദയും എല്ലാരും കൂടി ചേർന്നിട്ട് വേണം ചിതാഭസ്മം പുഴയിലൊക്കെ ഒഴുക്കാനായിട്ട് എന്നൊക്കെ മാഷിനോട് പറയാണ്. ദേ കമലെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയല്ലേ കമലെ. അല്ല, നമ്മളൊക്കെ മനുഷ്യരല്ലേ മാഷെ, എപ്പോ വേണമെങ്കിലും മരിക്കാലോ. എനിക്ക് ആകെ ഒരു വിഷമം പോലെ, നമ്മുടെ മോന്റെ കാര്യം ഇങ്ങനെയൊക്കെ ആയല്ലോ മാഷെ. നമ്മുടെ മോനല്ലേ അവൻ എന്ന് പറയുമ്പോഴേക്കും മാഷി പറയുന്നുണ്ട്, എടോ തനിക്കറിയാലോ നമ്മുടെ അദ്ദേഹം ജഡ്ജി പണി പോലും വേണ്ടെന്ന് വെച്ച് രാജിവെച്ചിട്ട് വെറും ഒരു വക്കീലായിട്ട് ഇപ്പൊ നിൽക്കുവാണ്. എന്തിനു വേണ്ടി? നമ്മുടെ മോനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കേസ് ഒറ്റക്ക് വാദിക്കാൻ വേണ്ടി. എന്നിട്ടും അവിടെ തോറ്റുപോയില്ലേടോ. എന്ത് പറയാനാ, വിധി. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും, വേദയും വരും, താൻ സമാധാനത്തോടെ കിടന്നുറങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമലിനെ കെടുത്തി ഉറക്കാണ് മാഷ്. കമല പോകാൻ സമയമായിട്ടോ, കാരണം മരണത്തിന്റെ ആ ഒരു വിളി കമലക്ക് വന്നിട്ടുണ്ട്. അതാണ് ആ ഒരു ഭാഗത്തോടെ കാണിക്കുന്നത്. അങ്ങനെ വേദനയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ശ്രേയ പുറത്തൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ അവിടെ കുറച്ച് പിള്ളേര് റീൽസ് ഒക്കെ എടുക്കായിരിക്കും. അപ്പൊ വേദ അതിന്റെ പുറകെയിലാണ് ഇരിക്കുന്നത്. അപ്പൊ റീൽസ് എടുക്കുന്ന പിള്ളേർ ഇങ്ങനെ പുറകെയിൽ റീൽസ് എടുക്കുമ്പോ വേദ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രേയ വരുമ്പോഴൊക്കെ വേദ പറയുകയൊന്നും ചെയ്യുന്നുണ്ട്, ദേ കണ്ടില്ലേ പുതിയ പിള്ളേരാന്ന് തോന്നുന്നു, റീൽസ് ഒക്കെ എടുക്കുക, സോഷ്യൽ മീഡിയയിൽ വലിയ താരമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നടന്നു പോകുക കേട്ടോ. അപ്പൊ ഈ റീൽസ് ഭയങ്കര ഹിറ്റ് ആകുകയാണ്. അങ്ങനെ ആ റീൽസ് അങ്ങനെ ഹിറ്റായിട്ട് ആ റീൽസ് നമ്മുടെ ശ്രീകാന്തിന്റെ കയ്യിലും കിട്ടാട്ടോ. ശ്രീകാന്ത് ആ റീൽസ് കാണാൻ ഇടവരാണ്. അത് നമ്മുടെ മറ്റേ പുള്ളിക്കാരനായിട്ടോ കൊടുത്തത്. ആ പുള്ളിക്കാരന്റെ പേര് ഞാൻ മറന്നുപോയി. വേദന ആദ്യം കല്യാണം കഴിക്കാൻ ആ പുള്ളിക്കാരൻ ആ റീൽസ് നമ്മുടെ ശ്രീകാന്തിന് അയച്ചു കൊടുക്കുന്നത്. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരിയായവളുടെ റീൽസ് ഞാൻ പൊക്കി എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരുടെ റീൽസ് അയച്ചു കൊടുക്കണം. അതിന്റെ പുറകിൽ ഒരാളുണ്ട് നോക്കാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീകാന്തിന് അയച്ചു കൊടുക്കുന്നത്. ശ്രീകാന്ത് നോക്കുമ്പോ വേദ ഡൽഹിയിൽ കൊള്ള, അപ്പൊ നീ അവിടെ ഒളിച്ചിരിക്കുകയാണല്ലേടി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ദേഷ്യത്തോട് ഇങ്ങനെ ആലോചിക്കുന്ന ഭാഗത്തോടെയാണ് ആദ്യത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായത് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.